ധനുഷിൻ്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള കുബേരയുടെ ഒരു ടീസർ വന്നിട്ടുണ്ട്. ട്രാൻസ് ഓഫ് കുബേര എന്നാണ് ആ ടീസറിന് അവർ പേരിട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടീസർ നമുക്കൊന്ന് കണ്ടു. കുബേര, അതെ, അതായത് നാഗാർജുന, രശ്മിക മന്ദന ഒക്കെ അഭിനയിക്കുന്നൊരു പടമാണ്. ഇതിനു മുമ്പ് ഇവരുടെ എല്ലാവരും പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി, ജിം സർ. അപ്പോൾ നമുക്ക് അതിൻ്റെ ടീസർ ഒന്ന് കണ്ടു നോക്കാം. ഹെയറിൻ്റെയൊക്കെ പരസ്യം നേരെ പരസ്യം സിംഗപ്പൂരാണോ? ജിം സാർ അനമോർഫിക് ഉണ്ടല്ല, വേറെ ഉണ്ട്. കുചേലനും കുബേരനും ആ ലൈനാന്ന് തോന്നുന്നു അല്ലേ? അതായത് പുള്ളിയൊരു ഒഡിയസ്റ്റാണ് മ്യൂസിക്. കൊള്ളാലോ. ഇത് കുറച്ച് മറ്റേ സ്ഥിരം തെലുങ്ക് പടമല്ല. പക്ഷെ എന്താന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല. ഈ പറയുന്ന പോലെ കൃഷ്ണൻ അല്ല, എനിക്ക് വേറെ സംഭവമുണ്ട്. ഇതിൻ്റെ ഒരു രശ്മിക വന്നൊരു ടീച്ചറുണ്ടായിരുന്നു. ആ ടീച്ചറിൽ ഇവിടെ ഒരു ബാഗ് നിറച്ച് പണം വലിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് കുഴിച്ചിടുന്ന ഒരു സീനുണ്ടായിരുന്നു. ഞാൻ ഓർക്കുന്നു. തുടക്കം. അപ്പോൾ എനിക്ക് തോന്നുന്നു മേ ബി ഇപ്പോൾ ആ പൈസ ഉള്ള ആളുടെ അടുത്തൊന്ന് പണമോ അങ്ങനെ എന്തെങ്കിലും എലമെൻറ്റുകൾ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് നഷ്ടപ്പെടും, അത് ഇവിടെ എടുക്കും, അങ്ങനെ കൈൻഡ് ഓഫ് ആയതുണ്ടല്ലോ. പണം ഇങ്ങനെ കൈമറിഞ്ഞ് വരികയും അപ്പോൾ അതോടൊപ്പം കുബേരൻ എന്ന് പറഞ്ഞ കുചേലനായിട്ടുള്ള ക്യാരക്ടറാണെന്ന് തോന്നുന്നു. കുബേരൻ എന്ന് പറഞ്ഞാൽ കുചേലനാണോ? കുബേരൻ എന്ന് പറഞ്ഞാൽ പണക്കാരൻ. കുചേലൻ്റെ അതിന് ഓപ്പോസിറ്റ് ആണല്ലോ കുചേലൻ. അപ്പോൾ ആ ലൈനാണ് ധനുഷ് എന്ന് തോന്നുന്നു. ഭയങ്കര പാവപ്പെട്ടനായിട്ടുള്ള പിച്ചക്കാരനെ പോലെ പുള്ളിയെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ പുള്ളി ഒരു പോയിന്റിൽ പുള്ളിക്ക് പണം എത്തുകയോ അങ്ങനെ എന്തോ ഒരു സംഭവം അതിനെ നടക്കുന്നതെന്ന് തോന്നുന്നു. കാര്യം നാഗാർജുന ഒരു വലിയ മറ്റേ പണത്തിൻ്റെ ഒരു വലിയ കൂട്ടത്തിന് മുമ്പ് നിൽക്കുന്നത് കണ്ടില്ലേ? സോ കൈൻഡ് ഓഫ് ഈ മറ്റേ കൃഷ്ണൻ കുചേലൻ ആ സാധനമൊക്കെ വരും. അങ്ങനെ പറയാൻ പറ്റില്ല. അതിൻ്റെ എന്തെങ്കിലും എലമെൻ്റ് എവിടെയും ഉണ്ടോ. എനിക്കിത് ഫസ്റ്റ് ആ ടീസർ ഉണ്ടായിരുന്നു രശ്മിയുടെ. അപ്പോൾ ആ ടീസർ കണ്ടപ്പോഴിങ്ങനെ തോന്നിയ സാധനം, അതായത് അത് ആക്ച്വലി ആ ഒരു ബാഗ് ഓഫ് മണി ആയിരിക്കും. ആ എലമെൻറ്റിനെ ഇങ്ങനെ എന്താ ഇവരുടെ ഇടയിലേക്ക് കഥ ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം. എന്നു പറഞ്ഞാൽ മാഗഫി പടത്തിൻ്റെ മാഗഫി. കൃഷ്ണൻ കുചേലിൻ്റെ അകത്ത് കുചേലിനൊരു പുതിയ അവലും കൊണ്ടുപോയിട്ട് എന്തുവരുന്നത് അത് കഴിഞ്ഞിട്ട് സംഭവിക്കുന്നത്? അവല് കൊടുക്കുമ്പോൾ അതിങ്ങനെ വിയർപ്പ് നനഞ്ഞ അവലാണ്. അത് കൃഷ്ണൻ കഴിക്കും. വിഷ്വലി രസമുണ്ട്. പിന്നെ ഈ ജിം സർബയുടെ ക്യാരക്ടറാണ് ആയിരിക്കും എന്തെങ്കിലും മെയിൻ എലിമെന്റ്. പക്ഷെ പുള്ളി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട് പുള്ളിക്ക് എന്തോ പ്രശ്നം വരുന്നു, മറ്റേ സമരം. അതായത് പുള്ളിയാണ് കുബേരൻ. ഇപ്പം കഥയിലെ കുബേരൻ പുള്ളിയാണ്. പടം തുടങ്ങുമ്പോൾ പുള്ളിയാണ് കുബേരൻ. ബാക്കി എല്ലാവർക്കും ഈ പണവുമായി ബന്ധപ്പെട്ട ഏറ്റക്കുറച്ചിലുകളാണ് അവരുടെ എല്ലാവരുടെ ലൈഫ്. അതിങ്ങനെ ഒരു പോയിന്റിൽ ഇയാളിലൂടെ അല്ല ഇയാളിൽ നിന്ന് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് ഇതിൻ്റെ ഇങ്ങേയറ്റത്തെ കണ്ണിയാണെന്ന് തോന്നുന്നു ധനുഷ്. കണ്ടോ, ഇങ്ങനെ പോസ്റ്ററിൽ തന്നെ തംബ്നെയിലിൽ തന്നെ ആ ഒരു അറേഞ്ച്മെൻ്റ് ഉണ്ട്. പക്ഷേ തംബ്നെയിലിൽ തന്നെ ആ അറേഞ്ച്മെൻറ്റിൽ ഇവർ തിരിച്ച് അറേഞ്ച് ചെയ്തേക്കുന്നത്. ധനുഷിൻ്റെ ഫോട്ടോ ആണ് വലുത്, അവിടെ നിന്ന് ഇങ്ങനെ ജിം സർവേ ആണ് ഏറ്റവും ചെറുത്. അങ്ങനെയാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. അതിനകത്ത് രണ്ടും ഉണ്ട്, ഒരു സ്റ്റാർ പവറും ഉണ്ട്. അതോടൊപ്പം നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കഥയുടെ ഒരു ലൈൻ ഓഫ് ചേഞ്ച്. ഈ മാസം 20-നല്ലേ? അതെ, ട്രാൻസ് ഓഫ് കുബേര. ബട്ട് അടുത്ത ട്രെയിലർ ഉണ്ടാവും. സോ രസമുണ്ട്. ഒരു യൂഷ്വൽ തെലുങ്ക് പടം പോലെ ചുമ്മാ പാട്ട് ഡാൻസ് അടിപൊളി പരിപാടിയൊന്നും അല്ല. കണ്ടില്ലേ നാഗാർജുനയൊക്കെ മനുഷ്യനായിട്ട് അഭിനയിക്കുന്നതിനകത്ത്, സൂപ്പർ ഹീറോ ആയിട്ടല്ല, മനുഷ്യനായിട്ടാണ് പുള്ളിയെ കാണിച്ചിരിക്കുന്നത്. നാഗാർജുന തലക്കടിയിട്ടാൻ പോകുന്ന പോലെയാണ് നിർത്തിയേക്കുന്നത്. കൊള്ളാം. ഏതായാലും എന്തായിരിക്കും ഒന്ന് പടം വന്നാലേ. നാഗാർജുനയുടെ ഒരു പടം
കണ്ടിട്ട് തന്നെ കുറേ കാലമായി. എനിക്ക് തോന്നുന്നു ഞാൻ ഏത് പടമാണ് പുള്ളിയുടെ അവസാനം ലാസ്റ്റ് ഞാൻ കണ്ടത് മറ്റേ ഇതാ നമ്മുടെ രൺബീർ കപൂറിന്റെ പടം, അതിനകത്തുണ്ടായിരുന്നല്ലോ നമ്മുടെ ബ്രഹ്മാസ്ത്രം. ബ്രഹ്മാസ്ത്രം. അതിൽ സൂപ്പർ ഹീറോ ആയിരുന്നല്ലേ? അല്ല, അതിൽ സൂപ്പർ പവർ ഉള്ള സൂപ്പർ ഹീറോ. ഇവിടെ എനിക്ക് ഒന്ന് തിയേറ്ററിൽ കാണുന്ന ആദ്യത്തെ പടമാണെന്ന് തോന്നുന്നു. ഞാൻ മറ്റേ പടം കണ്ടിട്ടുണ്ട്, ഇത് ചേട്ടാ നമ്മുടെ തോഴ കാട്ടിൽ. ഓക്കെ ഓക്കെ. അതിലും പുള്ളി വീൽചെയർ ഇരിക്കുക മനുഷ്യനൊരു 7 വർഷമായി ആയിട്ടുണ്ട്. അല്ലാതെ പുള്ളിയുടെ തെലുങ്കൂടം എന്ന് പറഞ്ഞാൽ കൂടുതലും ഇത് തന്നെ, എന്താ മാസ്കാ ബാപ്പ്, കിങ് നാഗാർജുന, അങ്ങനെയാണ് പുള്ളി വിളിക്കുന്നത്. ഇടയ്ക്ക് എന്താ വാളുമായിട്ടൊരു പരിപാടി ഇറങ്ങിയില്ലായിരുന്നു? അത് പുള്ളിയല്ലല്ലേ? വാളോ? വാളൊക്കെ പിടിച്ചോണ്ട് ഉണ്ട്, വാളൊക്കെ എടുക്കാറുണ്ട്. പുള്ളിയുടെ ഏതൊരു പടം വരുന്നത്, ഗോസ്റ്റ് എന്ന് പറഞ്ഞൊരു പടം വന്നു, വെടി പുകയൊക്കെ ആയിട്ടൊരു പടക്കം, അത് തീർന്ന വഴി പോയത്. ഗോസ്റ്റായിട്ട് വന്ന് ഗോസ്റ്റായി ആരും കാണാൻ പറ്റത്തില്ല, അതാണ്. പിന്നെ ഡീനാണ് തമിഴന്മാർ വന്നത്, ധനുഷ്ണ. ഇപ്പോൾ ഇതിൻ്റെ ഓഡിയോ ലോഞ്ചിൽ പുള്ളിയുടെ പ്രസംഗമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ കുറേ പേര് പറയുന്നുണ്ട് ഭയങ്കര പ്ലാസ്റ്റിക് പ്രസംഗം. അതായത് കാരണം കുറച്ചായിട്ട് പുള്ളി മറ്റേ തലൈവർ വരുന്ന പോലെ അതിനകത്ത് കണ്ടല്ലേ വടചെന്നൈ 2 അനൗൺസ് ചെയ്തു. അനൗൺസ് അല്ല, വടചെന്നൈ 2 അടുത്ത വർഷം ഷൂട്ടിങ് ചെയ്യുമെന്നാണ് പറയുന്നത്. വെട്രിമാരനൊന്നും പറഞ്ഞിട്ടില്ല, ധനുഷിനെ അങ്ങ് തീരുമാനിക്കുക. വെട്രിമാരൻ പറയാതെ പറയത്തില്ല. എനിക്ക് വാടിവാസൽ ഭയങ്കര 10 വർഷമായിട്ടെന്തോ പറഞ്ഞിട്ടുണ്ട്. വാടിവാസൽ സൂര്യയുടെ അടുത്ത തിരിച്ചു വരവിന് വേണ്ടി എല്ലാവരും വാടിവാസലിൽ വെയിറ്റ് ചെയ്യുക. എന്തോ വെട്രിമാരൻ്റെ പടമാണല്ലോ. വെട്രിമാരൻ ലാസ്റ്റ് വെയിറ്റ് പറയും ഞാനത് ചെയ്യുന്നില്ല. ഇത് ആക്ച്വലി വടച്ചെന്നൈയുടെ സെക്കൻഡ് പാർട്ട് എത്ര വർഷമായിട്ട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്ന സാധനമാണ്. കാരണം അത്രയും നല്ലൊരു പടം ഉണ്ടാക്കി വെച്ചിട്ട് ആ സിനിമ വേണ്ടത്ര വിജയിച്ചില്ല അന്ന് ഇറങ്ങിയ സമയത്ത്. അതിന് കിട്ടിയ റിസപ്ഷൻ അങ്ങനെ പിന്നീട് ഒരു ഫോളോയിങ് ഉണ്ടായിരുന്നു. ആഫ്റ്റർ തിയേറ്റർ വിട്ട് കഴിഞ്ഞപ്പോൾ ഇതിനൊരു വലിയ ഫാൻ ബേസ് ഉണ്ടാവുകയും ഇത് റിലീസ് ചെയ്താൽ ഞങ്ങൾ 100 കോടി അടുപ്പിച്ച് തരാം എന്ന് പറയുന്ന ആരാധകരായി. അപ്പോൾ കാരണം നിന്നെ ഇറക്കിയപ്പോൾ നിന്നെ ഒന്നും കണ്ടില്ലല്ലോ, ഇനി നീ നിന്റെ ഒന്നും പൈസ വേണ്ട. ഇറക്കിയപ്പോൾ എനിക്ക് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു ഓഫീസിൽ, അതുകൊണ്ട് വരാൻ പറ്റിയില്ല. ഈ സെൽവരാഘവൻ ഈ ആയിരത്തുല്ലുവൻ്റെ റിലീസും ആയിരത്തുല്ലുവനെ പറ്റി ആൾക്കാർ ഒരുപാട് പ്രശംസിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അതിനെപ്പറ്റി ഇങ്ങനെ പുള്ളിയോട് ഈ അടുത്തിടയ്ക്ക് ഒരു ഇൻ്റർവ്യൂവിൽ പുള്ളിയോട് ചോദിച്ചാൽ പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഈ സിനിമ ഇറങ്ങിയ സമയത്ത് ഒരു പ്രൊഡ്യൂസർ അതിനുവേണ്ടി ഞാൻ അയാളെ കൺവിൻസ് ചെയ്ത് ഒരു വലിയ ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് അത്രയും ബിസിനസ് നടക്കുമോ ഇല്ലയോ എന്നറിയാത്ത ഒരു സിറ്റുവേഷനാണ്. അതും ആ സിനിമയ്ക്കകത്ത് ഞാൻ തമിഴ് സിനിമയുടേതായിട്ടുള്ള പരിപാടികളോ അങ്ങനെ ആ സിനിമയെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ അങ്ങനത്തെ എലമെൻറ്റുകളൊന്നും ഇല്ല. പക്ഷേ ആ സിനിമയിൽ പാട്ടും ഡാൻസും പരിപാടി എല്ലാം ഉണ്ട്. അതിനകത്ത് ചേരുന്ന പോലെയാണ് ഒരു വിധത്തിൽ അത് ഒപ്പിച്ച് വെച്ചിരിക്കുന്നത്. അങ്ങനെ ആ സിനിമ ഇറങ്ങി അന്ന് ആ സിനിമ പൊട്ടി തകർന്നു പോയി ആ പ്രൊഡ്യൂസർക്ക് നഷ്ടമാണ്. ഇതിന് ശേഷം ഇത് ക്ലാസിക്കാണ്, മറ്റേ മാസ്റ്റർ പീസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാര്യം എൻ്റെ പ്രൊഡ്യൂസർ ഇപ്പോൾ പൈസ കിട്ടിയില്ല, എനിക്കോ അടുത്ത പടം ചെയ്യാൻ ഒരു പ്രൊഡ്യൂസർ അടുത്ത് ചെല്ലുമ്പോൾ ഈ ചോദ്യം ഞാൻ എന്താ അത് കഴിഞ്ഞ പുള്ളി ആ മോഡൽ ഒരു സാധനം ആര്യൊക്കെ വെച്ച് ചെയ്തു. ആദ്യം തിയേറ്ററിൽ പോയി കണ്ട അതും അത് ഇത്രയും പോലും ഇതില്ല, അത് ഭയങ്കര. അപ്പോൾ അതാണ് പുള്ളി പറയുന്നത്. അപ്പോൾ അത് അന്ന് അത് ഹിറ്റാക്കിയിട്ട് ഒപ്പറ അതിന് കഴിഞ്ഞിട്ട് ഇത് ക്ലാസിക് ആണെന്ന് പറയണ്ട എന്നുള്ള ലൈനാണ് പുള്ളിയുടെ ലൈൻ. ഞാൻ വിളിച്ചു പുള്ളി പറഞ്ഞാൽ അഭിനയത്തിലേക്ക് തിരിഞ്ഞു. അത് പുള്ളിയുടെ ഈ പറഞ്ഞ പോലെ ഇതില്ലല്ലോ, വേറെ പടങ്ങൾ പുള്ളി ഡയറക്റ്റ് ചെയ്യുന്നില്ല പടം. മറ്റേ അനുരാഗ് കശ്യപിൻ്റെ ലൈനാണ്. അനുരാഗ് കശ്യപ് മകളെ വിവാഹം കഴിപ്പിക്കാൻ വേണ്ടിയാണ് ഇതിൽ അഭിനയിച്ചെന്ന് പറയുന്നത്. മഹാരാജയിൽ വിജയ് സേതുപതി പറയുന്നുണ്ടായിരുന്നു, പടം പറഞ്ഞു മകളുടെ കല്യാണം നടത്തണ്ടേ, പടത്തിൽ അഭിനയിക്കും എന്ന് പറഞ്ഞു. എനിക്കും കുറച്ച് ആവശ്യങ്ങളുണ്ടായിരുന്നു. അതാ പറയാം പുള്ളി ഇനി സിനിമയൊന്നും ഇനി ഞാൻ സൗത്ത് ഇന്ത്യയിലേക്ക് പോകണം, ചലോ സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് അനുരാഗ് കശ്യപ് സൗത്ത് ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുക. ഇനി തമിഴ്, തെലുങ്ക്, മലയാളം തുടങ്ങി എല്ലാ പടത്തിലും വില്ലൻ വേഷം ചെയ്ത് ഞാൻ കസറും എന്നിട്ട് ഞാൻ ഫീൽഡ് ഔട്ട് ആകുമ്പോൾ വീണ്ടും ഞാൻ പോയി കുറച്ച് പടം ചെയ്യും. പുള്ളി കൊമേഴ്ഷ്യൽ പടങ്ങൾ എടുക്കുന്നില്ല. പുള്ളി ചെയ്യുന്ന പടങ്ങൾ പുള്ളിയുടെ ഭയങ്കര കൊമേഴ്ഷ്യൽ പടം എന്ന് പറഞ്ഞാൽ മൻമർസിയാണ്. അല്ല മൻമർസിയല്ല, മറ്റേ രൺബീറിന്റെ ഒരു അത് മൻമർസിയാനൊക്കെ അത് കഴിഞ്ഞ് പിന്നെ കുറെ വർഷം കഴിഞ്ഞ് എടുത്തു. അല്ല മറ്റേത് 70 കോടി എടുത്തിട്ട് അതോടെയാണ് പുള്ളി തകർന്നു പോയത്. അതായത് പുള്ളി പറയുന്നത് ആ ഒരു ശ്രമമാണ്. അത് അന്ന് ഞാനത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്നും അനുരാഗ് കശ്യപ് പുള്ളിയുടെ ലൈനിൽ സഞ്ചരിക്കായിരുന്നു. കാരണം അത്രയും വലിയൊരു നഷ്ടം ഉണ്ടാക്കിയതിന് ശേഷം പുള്ളിക്ക് അങ്ങനത്തെ ഒരു സംഭവം എടുക്കാൻ സിനിമയുടെ തന്നെ ഏറ്റവും വലിയ നഷ്ടങ്ങളെന്നാണ് പറയുന്നത്, ബോംബെ വെൽവെറ്റ്. പക്ഷേ എനിക്ക് പേഴ്സണലി ആ സിനിമ അന്ന് കണ്ടപ്പം ഞാൻ കുറച്ച് ആസ്വദിച്ചു. കാരണം എനിക്ക് കുറച്ച് രസമാണ് ഈ ഒരു സ്കാർഫേസിൻ്റെ കുറച്ച് എലമെൻറ്റുകൾ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഒരു പടമായിരുന്നു. കുറേ രസമാണ്, അതിൻ്റെ സ്റ്റൈല് ഭയങ്കര രസമായിരുന്നു. രാജീവ് രവിയായിരുന്നു ക്യാമറ അതിൻ്റെ. നമ്മളെവിടെയൊക്കെ ചെന്നു, നമ്മൾ ബോളിവുഡിലേക്ക് എത്തി. നമ്മൾ കുബേരയുടെ കാര്യം പറഞ്ഞാൽ ബോളിവുഡിലെത്തി. അപ്പോൾ 20-ാം തീയതി 20 ജൂൺ കുബേര റിലീസാണ്. അപ്പോൾ ഈ മാസം ഇപ്പോൾ എത്ര പടമാണ് അല്ലേ? അടുത്ത ആഴ്ചയുണ്ട്. മഴക്കാലമാണ്.
ഇത്രയും പടം ഇറക്കുമ്പോൾ പടം ഇറക്കുന്നു, പൈസ വേണം. പിന്നെ ഈ മാസത്തെ എൻ്റെ ഏറ്റവും കൂടുതൽ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന പടമാണ് 28 Years Later. അത് ഐമാക്സിൽ കാണണം. പക്ഷെ ഐമാക്സിൽ കാണുക പറയുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഐഫോണിൽ ഷൂട്ട് ചെയ്ത പടമാണ്. ഐമാക്സിൽ കാണുമ്പോൾ കുറച്ചുകൂടെ എന്താ പറയുക അല്ലേ, ഐഫോണിൽ ഷൂട്ട് ചെയ്താണ്. അവർ ഉപയോഗിക്കുന്ന ലെൻസൊക്കെ അത്യാവശ്യം നല്ല ലെൻസിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. എന്നാലും ഷോർട്ട് ഫോർ ഐമാക്സ് ഒന്നും അല്ല, എന്തായാലും 4K ആണ്. അത് ഐമാക്സിലേക്ക് അപ്സ്കെയിൽ ചെയ്യുന്നതാണല്ലോ. പിന്നെ കുഴപ്പമില്ല, ഐമാക്സിലും ഞാൻ ഓക്കെയാണ്. ഐമാക്സിൽ കാണാൻ പോകാനൊരു അതൊരു വലിയ ചടങ്ങാണ് നമുക്ക് വിടുന്നത്. അതുകൊണ്ടാണ് ആലപ്പുഴയിൽ ഐമാക്സ് ഉണ്ടായിരുന്നെങ്കിലും ഓക്കെയാണ്. ആലപ്പുഴ നോർമൽ തിയേറ്റർ തന്നെ ഓടുന്നില്ല മര്യാദയ്ക്ക് ഐമാക്സ് കൂടെ ഉണ്ടാക്കിയിട്ടത്. അപ്പോൾ കുബേര വരട്ടെ, നമ്മൾ കുബേരയും കാണുന്നതായിരിക്കും. ട്രെയിലർ വന്ന ട്രെയിലർ നമ്മൾ റിയാക്ട് ചെയ്യുന്നതായിരിക്കും. ഇത് ഇൻട്രസ്റ്റിംഗ് ആണ്.